നല്ല രീതിയിൽ തന്നെ ആസൂത്രിതമായി നടപ്പാക്കുന്ന ഒരു കാഴ്ച, നല്ല കാഴ്ചയാണ്. ഉത്തരവാദിത്ത ടൂറിസം നടപ്പാക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കുഴിപ്പിള്ളിയിൽ കണ്ടത്. തൂവൽ തീരത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? മുബഷീർ. സുജയ പാർവതി, താനൂർ ഒട്ടുംപുറം തൂവൽ തീരം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, അറബിക്കടലിന് പായ വിരിച്ചതുപോലെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബേപ്പൂരും മുഴുപ്പിലങ്ങാടിയൊക്കെ തന്നെ ക്രമീകരിച്ചതുപോലെ സമാനമായ രീതിയിൽ 100 മീറ്റർ നീളത്തിലാണ് ഇവിടെയും ഇത്തരമൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ക്രമീകരിച്ചിരിക്കുന്നത്. കൃത്യമായും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് സന്ദർശകരെ അനുവദിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലയിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെങ്കിൽ കൂടി ഈ ഒരു സുരക്ഷയുടെ ഭാഗമായുള്ള ഒരു കോട്ട് ധരിച്ച് മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ കൃത്യമായി ഇതിൻ്റെ നടത്തിപ്പുകാർ നമ്മളോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. താനൂർ ഒരു മേഖലയിൽ കഴിഞ്ഞ ഏപ്രിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ വലിയൊരു തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. മലപ്പുറം ജില്ലയുടെ തന്നെ കിഴക്കൻ മേഖലകളിൽ നിന്നാണെങ്കിലും തൃശ്ശൂരും പാലക്കാടും ജില്ലകളിൽ നിന്നൊക്കെ തന്നെ വലിയ ജനത്തിരക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അപ്രതീക്ഷിതമായി സംഭവിച്ച ദാരുണമായ അപകടം നമുക്കറിയാം. താനൂർ ബോട്ട് ദുരന്തത്തിന് ശേഷം ഒരു അനിശ്ചിത സമയം ഇത് അടച്ചിട്ടിരുന്നു. പിന്നീട് കൃത്യമായി ഈ ഒരു ടൂറിസം വകുപ്പിൻ്റെ തന്നെ കൃത്യമായ ഗൈഡ് ലൈൻസോട് കൂടി 2 മാസത്തോളം അടച്ചിട്ടതിനു ശേഷമാണ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ഇവിടെയുള്ള നടത്തിപ്പുകാർ നമ്മളോട് പറയുന്നത്. സന്ദർശകർ ഇപ്പോഴുമുണ്ട്. നേരത്തെ അലി സൂചിപ്പിച്ചതുപോലെ പരീക്ഷയുടെയൊക്കെ തന്നെ സമയമായതുകൊണ്ട് ഓഫ് സീസൺ ആണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു കുറവ് സന്ദർശകർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ വളരെ സജീവമായി സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ ഉറപ്പുവരുത്തി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നടത്തിപ്പുകാർ നമ്മളോട് പറയുന്നത്. പ്രധാനപ്പെട്ട അതിന്റെ സംഘാടകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വർക്കലയിൽ ഒരു അപകടമായതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒട്ടുംപുറത്തെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഒട്ടുംപുറത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്. അഡ്വഞ്ചർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട ഒരു ടൂറിസം വിനോദമാണ് അഡ്വഞ്ചർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു സമയത്ത് 50 പേരെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ 40 ആളുകളെ സ്ഥിരമായിട്ട് കയറ്റാറുള്ളൂ. 25 ആളെ ഡെക്കിലും ബാക്കി വരുന്ന ആളുകൾ ഈ പാത്വേയിലാണ് ഉണ്ടാവുക. ഈ വർക്കലയിലൊക്കെ തന്നെ സംഭവിച്ചത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്ന് കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് സന്ദർശകരെ അനുവദിച്ചു എന്നുള്ളതാണ്. ഈ ഭാഗത്ത് വിശേഷിച്ചും നമ്മളിവിടെ ഈ സജ്ജമാക്കിയിട്ടുള്ള ഒരു മേഖല അത്തരത്തിൽ അപ്രതീക്ഷിതമായി തിരകൾ ഉയർന്നു വരുന്ന മേഖലയാണോ? എങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമീകരണം ആ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്? തിരമാലകൾ പല ദിവസവും വ്യത്യസ്തമായ രീതിയിലാണ് തിരമാലകളുടെ വരവ്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വരുന്ന സമയത്ത് ഞങ്ങൾ വിനോദസഞ്ചാരികളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറ്റിവിടാറില്ല. ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശപ്രകാരമുള്ള വേവ്സ് അത് എല്ലാ ദിവസവും DTPCയുടെ മെസ്സേജ് നമുക്ക് വരും, ഇത്ര ഉയരത്തിലാണ് ഇന്നത്തെ തിരമാല ഉള്ളതെന്നുള്ള. അതിനനുസരിച്ചാണ് നമ്മൾ വിനോദസഞ്ചാരികളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറ്റി. അഡ്വഞ്ചർ ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളും നമ്മളിവിടെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സന്ദർശകരുടെ ചെറിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ടല്ലേ? അത് സന്ദർശകരുടെ ഇടിവ് ഈ വർക്കലിലെ ദുരന്തം സംഭവവുമായി ബന്ധപ്പെട്ടല്ല. പരീക്ഷയാണ്, ഓഫ് സീസണാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉപയോഗിച്ച സ്ഥലം താനൂർ ഒട്ടുംപുറം ബീച്ചാണ്. കേരളത്തിലെ മറ്റു ബീച്ചുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വേവ്സിൻ്റെ ശക്തി കുറവാണ്. പിന്നെ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിക്കാറില്ല. പ്രവേശന ഫീസ് മറ്റുള്ള ഇടങ്ങളിലുള്ളത് പോലെ 100 രൂപ തന്നെയാണ് ഇവിടെ? അല്ല, പ്രവേശന ഫീസ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും 120 രൂപയാണ്. 18 രൂപ GST ആണ്. GST ഉൾപ്പെടെ 120 രൂപയാണ്. കേരളത്തിലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മുഴുവൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും 120 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. ഈ താനൂർ നിവാസികളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന 7 അംഗ സംഘമാണ് ഇതിന്റെ സുരക്ഷയുടെ ഭാഗമായി ഇവിടെ ഉള്ളത്. ഗോവയിൽ നിന്ന് പ്രത്യേകം പരിശീലനം ലഭിച്ച 3 തൊഴിലാളികളും അതിനു പുറമെ ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമാണ് ഇതിലെ ജീവനക്കാർ. റെസ്ക്യൂവിൻ്റെ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളാണ് മുഴുവൻ. റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഞ്ചാരികൾ വരുന്ന സമയത്ത് കടലിൽ യന്ത്രം ഘടിപ്പിച്ച തോണി ഉണ്ടാകും റെസ്ക്യൂവിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ലൈഫ് ജാക്കറ്റ് ധരിക്കാതെ ഒരാളെയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അതേപോലെ തന്നെ ലൈഫ് ബോയ് എന്ന് പറയുന്ന എന്തെങ്കിലും റെസ്ക്യൂ വരുന്ന സമയത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെയെല്ലാം സേഫ് ആണ്. മുബഷീർ, തൂവൽ തീരത്ത് ഒരു തൂവല് പോലെ ഇങ്ങനെ ഒഴുകി നടക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാദേശികമായുള്ള ആളുകൾക്ക് ജോലിക്കും ഒപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള അനുമതിയും ഒക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കുന്ന ഇടങ്ങളാണ് നമ്മൾ കണ്ടത്. കുഴിപ്പിള്ളിയിലായാലും തൂവൽ തീരത്തായാലും.